السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 356. വിശുദ്ധ റമദാനിലെ അവസാന 10 ദിവസം, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസം, മുഹറമിലെ ആദ്യ 10 ദിനം, ഈ ദശദിനങ്ങൾക്ക് വളരെയധികം മഹത്വമുണ്ട്. മുസ്ലിം ലോകം ഇതിന് വളരെയേറെ പുണ്യം കാണുന്നുണ്ട്. എന്നാൽ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ, കൂടുതൽ പ്രതിഫലാർഹമായ ദശദിനം അത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. എന്നാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനം ഇങ്ങനെ വായിക്കാം: മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഈ 10 ദിവസങ്ങളെക്കാൾ ഉചിതമായതായി വേറെ ദിവസങ്ങളില്ല. ഏതു ദിവസങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശം? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യ ദശദിനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമാകുന്ന രീതിയിൽ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉദാത്തമായ ദിവസങ്ങൾ എന്നാണ്. ഇത് പ്രത്യക്ഷത്തിൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അതല്ല പ്രബലം. പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് റമദാനിലെ അവസാനത്തെ 10 ദിവസം. അതിന് തൊട്ടു താഴെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. മാത്രവുമല്ല, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ ദുൽഹിജ്ജ 9 എന്ന് പറയുന്ന യൗമു അറഫ, അറഫാ ദിനത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ തീർത്തു പറയുന്നത് യൗമു അറഫ സയ്യിദുൽ അയ്യാം, അഫ്ളലുൽ അയ്യാം എന്നൊക്കെയാണ്. അഥവാ ഹിജ്റ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിൽ 354 ദിവസങ്ങളാണ് ഉണ്ടാവുക. ആ ദിവസങ്ങളിൽ ഏറ്റവും പോരിശയുള്ള ദിവസമാണ് അറഫാ ദിനം. അത് ദിവസങ്ങളുടെ നേതാവാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, റമദാനിലെ അവസാന 10 ഓരോ ദിവസങ്ങളെ എടുത്ത് അറഫാ ദിനവുമായി താരതമ്യം ചെയ്താൽ, തുലനം ചെയ്താൽ, അറഫാ ദിനമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനമായിട്ടുണ്ടാവുക. റമദാനിലെ അവസാനത്തെ 10 മൊത്തത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10നേക്കാൾ മഹത്തരമാണെങ്കിലും റമദാനിലെ അവസാനത്തെ 10 ഓരോ ദിവസങ്ങളെയും അപേക്ഷിച്ച് അറഫാ ദിനത്തിന് മഹത്വമുണ്ട്. അങ്ങനെയുള്ള അറഫാ ദിനം ഉൾക്കൊള്ളുന്ന 10 ദിവസങ്ങൾ ആണ് ദുൽഹിജ്ജയുടെ ആദ്യഘട്ടത്തിൽ കടന്നു വരുന്ന 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അവൻ്റെ മഹബത്തും ഏറ്റവും ഉചിതമായി, ഏറ്റവും ഉദാത്തമായ രീതിയിൽ നേടിയെടുക്കാൻ കഴിയും എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട്
ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളെ നമുക്ക് യഥേഷ്ടം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.